ഹലോ ഫ്രണ്ട്സ്, പുതിയതായിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞ ഒരു വിസ്മയ പ്ലാറ്റ്ഫോമിൽ ഒത്തിരി പേര് ഡെയിലി കടന്നു വരാറുണ്ട്. ബിഗിനിങ് സ്റ്റേജിൽ ആൾക്കാർ ചെയ്യുന്നത് ചാനൽ തുടങ്ങി കഴിയുമ്പോൾ അവരുടെ ലിങ്ക്, ആ പർട്ടിക്കുലർ വീഡിയോയുടെ ലിങ്ക് വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ടെലിഗ്രാം ഇതുപോലത്തെ പ്ലാറ്റ്ഫോംസിൽ കയറിയിട്ട് അവരുടെ കോണ്ടാക്ട്സിന് അയച്ചു കൊടുക്കാറുണ്ട്. ഇതാണ് നമ്മളെല്ലാ ആൾക്കാരും, ഞാനും താങ്കളും നമ്മളെല്ലാവരും ഒരു ബിഗിനിങ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ നമ്മുടെ ചാനലിൽ അനലൈറ്റിക്സ് എടുത്തിട്ട് അല്ലെങ്കിൽ ആ കണ്ടന്റ് എടുത്തിട്ട് കണ്ടന്റിൽ ആ പർട്ടിക്കുലർ വീഡിയോ എടുത്തിട്ട് വീഡിയോയുടെ അനലൈറ്റിക്സ് എടുത്ത് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് യൂട്യൂബ് അത് എടുത്ത് കാണിക്കുന്നുണ്ടാവും. നമ്മൾ ഏതൊക്കെ പ്രൊപ്പോർഷൻസിൽ നിന്നാണ് നമുക്ക് വ്യൂസ് വരുന്നത്, ഫേസ്ബുക്കിൽ നിന്നാണോ വാട്സാപ്പിൽ നിന്നാണോ എവിടെ നിന്നാണെന്നുള്ള കാര്യം എടുത്ത് കാണിക്കുന്നുണ്ടാവും. സോ അതിനെയൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓർഗാനിക് വ്യൂസ് എന്ന് പറയുന്നത് ബ്രൗസ് ഫീച്ചേഴ്സിൽ നിന്നും സെർച്ച് ഫീച്ചേഴ്സിൽ നിന്നും സജസ്റ്റഡ് വ്യൂസിൽ നിന്നൊക്കെ വരുന്നതാണ് ഓർഗാനിക് വ്യൂസ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ ഫേസ്ബുക്ക്, വാട്സാപ്പിൽ നിന്നൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കുമ്പോൾ അതായത് നമ്മളൊരാളോട് പറഞ്ഞിട്ട് അവർ നമ്മുടെ ലിങ്ക് നമ്മൾ അയച്ചു കൊടുത്ത് അവരതിനകത്ത് ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ ഇൻവാലിഡ് ക്ലിക്ക് എന്ന് വേണമെങ്കിൽ വിളിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ടും വിളിക്കാം, എങ്ങനെ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, സോ അതിന് നമുക്ക് എന്താണ് സൊല്യൂഷൻ ഉള്ളത്? സോ അൾട്ടിമേറ്റ്ലി ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സൊല്യൂഷനായിട്ടാണ് വന്നിരിക്കുന്നത്. സെർച്ച് ക്യൂറി എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറുണ്ട്. അപ്പം സെർച്ച് ക്യൂറി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെർച്ച് ക്യൂറിയുടെ ലിങ്ക് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ചാനൽ പേജിലേക്ക് വന്ന് നിൽക്കും. അതിനകത്ത് നമുക്ക് ബ്രൗസ് ചെയ്ത് നമുക്ക് ഏത് വീഡിയോ ആണ് കാണേണ്ടതെന്നുള്ള കാര്യം അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് കാണാൻ പറ്റും. സോ നമുക്ക് സെർച്ച് ക്യൂറി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ടെക്നിക്കൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം കൃഷ്ണൻ. വെൽക്കം ടു KR മീഡിയ. ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ അധികം സമയം വൈകുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഞാൻ വളരെ സിമ്പിളായിട്ടും ലളിതമായിട്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചു തരാം എങ്ങനെയാണ് സെർച്ച് ക്യൂറി ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന്. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മളൊരു MS വേർഡിൽ നമുക്ക് ഇതുപോലെ അത് ടൈപ്പ് ചെയ്യണം. അതായത് HTTP, അത് ഇതിൽ 2 ഡോട്ട്, ഇവിടെ കാണുന്ന പോലെ 2 ഡോട്ട്, www.youtube.com. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഇതുപോലെ സ്ലാഷ് കാണുന്നില്ലേ, ഇതുപോലത്തെ ഒരു ഫ്രണ്ട് സ്ലാഷ് ഇടുക, റിസൾട്ട്സ് നടിക്കുക, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, സെർച്ച് നടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്ത് ഒരു അണ്ടർസ്കോർ കാണാൻ പറ്റും. നമുക്കിവിടെ കണ്ടോ, ഒരു അണ്ടർസ്കോർ കണ്ടില്ലേ, ഇതുപോലെ അണ്ടർസ്കോർ അടിക്കുക. അണ്ടർസ്കോർ എന്ന് പറയുന്നത് നമ്മുടെ ഷിഫ്റ്റ് അമർത്തിയിട്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ കീബോർഡിൽ മുകളിൽ ബാക്ക് സ്പേസിന് അവിടുന്ന് 3ാമത്തെ ബട്ടൺ ഒരു മൈനസ് പോലെ ഇരിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അണ്ടർസ്കോർ വരും. അണ്ടർസ്കോർ അമർത്തുക, ക്യൂറി നടിക്കുക, QUERY നടിക്കുക. അത് കഴിഞ്ഞിട്ട് = അടിക്കുക. ഇപ്പം എൻ്റെ ചാനലിൻ്റെ പേരെന്ന് പറയുന്നത് k.r.space_media എന്നാണ്. അപ്പം ഞാൻ k.r. നടിച്ചിട്ട് സ്പേസിന് പകരം പ്ലസ് കൊടുക്കും, അത് കഴിഞ്ഞ് മീഡിയ എന്നടിക്കും. ഇങ്ങനെയാണ് സെർച്ച് ക്യൂറി ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മുടെ സെർച്ച് ക്യൂറി നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ മൊത്തം നമ്മൾ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, കോപ്പി കൊടുക്കുന്നു. ഇപ്പം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാൻ ഈ സെർച്ച് ക്യൂറി അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇതെടുത്തു, അതിൽ ഞാൻ ഈ പുള്ളിക്ക് എൻ്റെ സെർച്ച് ക്യൂറി പേസ്റ്റ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. അപ്പോൾ അത് ലോഡായി വരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നമ്മുടെ ചാനലിൻ്റെ പേജിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും. ഇത് കണ്ടോ, ഇങ്ങനെ നമ്മുടെ ചാനൽ പേജിലേക്ക് വന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് മുകളിൽ എൻ്റെ ചാനൽ ഇവിടെ KR മീഡിയ കാണാൻ പറ്റും. ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും. 1, 2 കുറേ വീഡിയോസ് ഇവിടെ കാണാൻ പറ്റും. ടോപ്പ് സെർച്ചിൽ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ചാനലിൽ വേണമെങ്കിൽ ചാനൽ ക്ലിക്ക് ചെയ്ത് കാണാം. അല്ലാതെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ ഏത് വീഡിയോ ആണോ കാണേണ്ടതെന്ന് വെച്ചാൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. സോ ഗൈസ്, നമ്മൾ ഇതുപോലെ സെർച്ച് ക്യൂറി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളുടെ
വാട്സാപ്പിലുള്ള മാക്സിമം ഗ്രൂപ്പ്സിൽ, അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഗ്രൂപ്പ്സിൽ, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ, നമ്മുടെ ഫേസ്ബുക്കിനകത്ത് തന്നെ ഗ്രൂപ്പ്സിൽ, ഫേസ്ബുക്കിൽ നമ്മുടെ ഹോം പേജിൽ, നമ്മുടെ പേജിൽ ഒക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ സെർച്ച് ക്യൂറിയുടെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സെർച്ച് ഫീച്ചറായിട്ടോ അല്ലെങ്കിൽ ബ്രൗസ് ഫീച്ചറായിട്ടായിരിക്കും ആൾക്കാർ നമ്മുടെ ചാനലിലേക്ക് എത്തുന്നത്. അങ്ങനെ എത്തിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യം, ഇത് നമ്മുടെ ചാനലിലേക്ക് എത്തുമ്പോഴത്തേക്കും പർട്ടിക്കുലർ വീഡിയോ മാത്രമല്ല, ഒത്തിരി വീഡിയോസ് അതിൽ കാണുന്നുണ്ടാവും. സോ ആ ഓഡിയൻസിൽ ഏത് വീഡിയോ ആണ് അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്നത്, അവർക്ക് ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കാണാം. അങ്ങനെ വരുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ തമ്പനയിലെ അടിയിലായിരിക്കും നമ്മൾ ഈ പറയുന്ന സെർച്ച് ക്യൂറി ഇടുന്നത്. അതിട്ടിട്ട് അത് ക്ലിക്ക് ചെയ്ത് കാണുമ്പോൾ ആ വീഡിയോയുടെ അനലൈറ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലും ബ്രൗസ് ഫീച്ചറിലൂടെ ആയിരിക്കും ആ വീഡിയോയിലേക്ക് വ്യൂസ് കയറി വരിക. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് ആ വീഡിയോനെ റെക്കമെൻഡ് ചെയ്യും. യൂട്യൂബ് റെക്കമെൻഡേഷനിലേക്ക് ആ വീഡിയോ കയറി പോവും. തീർച്ചയായിട്ടും പബ്ലിക്കിലേക്ക് എത്തുകയും ചെയ്യും. ആൻഡ് നമ്മുടെ ചാനൽ ഗ്രോ ആവുകയും ചെയ്യും. ഐ ഹോപ്പ് വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു തോന്നുന്നു. സോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താഴെ മെമ്പർഷിപ്പ് ഉണ്ട്, നിങ്ങൾക്ക് പേ ചെയ്തുകൊണ്ട് മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യാം. ആൻഡ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും ബ്ലെസ്സിങ്സും പ്രേയേഴ്സും വേണം. ഞാൻ ഡിസ്ക്രിപ്ഷൻ വായിക്കുക, ഡിസ്ക്രിപ്ഷനിൽ കുറേ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിനൊരു ബ്രീഫ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സോ എല്ലാവർക്കും നന്മ വരട്ടെ, നല്ല പറ്റും വിശ്വസിച്ച് ഞാൻ നിർത്തുന്നു. ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഇൻ അഡ്വാൻസ്. ഗോഡ് ബ്ലെസ് യു. എല്ലാവർക്കും നന്മ വരട്ടെ. ഹാവ് എ ഗ്രേറ്റ് ഡേ.